മറ്റെന്തോ മനസ്സിൽ കൊണ്ടു നടക്കുന്നത് പോലെ ഒരു ഒളിവ് മറയും നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളിലും ഉണ്ട്. ഇതാപ്പ നന്നായത്. നിന്റെ ഫ്രസ്ട്രേഷൻ എന്റെ തലയിലേക്ക് കെട്ടിവെക്കാൻ ശ്രമിക്കണ്ട. ആ കുഞ്ഞുങ്ങൾക്കാരോ വിഷം കൊടുക്കാൻ ശ്രമിച്ചു എന്നുള്ളത് നേരാ. പക്ഷെ അതുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല. നീ ഇനി എന്നെ എത്രയൊക്കെ ഭീഷണിപ്പെടുത്തിയാലും എന്റെ ഉത്തരം ഇത് തന്നെയായിരിക്കും. ഈ സംഭവമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. നിങ്ങളുടെ ബന്ധം എന്താണെന്ന് ഞാൻ തെളിയിക്കാം. എന്നാ തെളിയിച്ച് കാണിക്കും. നീ പെണ്ണാണെന്ന് അന്ന് ഞാൻ സമ്മതിക്കാം. മക്കളെ, എന്തിനാ നിങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ വഴക്കിടുന്നത്? അർച്ചന പറയുന്നത് കേട്ടോ അച്ഛാ, ഇതിന്റെ എല്ലാം പിന്നിൽ ഞാനാണെന്ന്. ആ കുഞ്ഞുങ്ങള് എന്റെയും കൂടെ കുഞ്ഞുങ്ങളല്ലേ. മനസ്സുകൊണ്ട് പോലും എനിക്ക് അവരെ ദ്രോഹിക്കാൻ പറ്റുമോ? അർച്ചന എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് ആദ്യത്തെ തവണയൊന്നും അല്ല. ഇതുപോലെ എന്ത് സംഭവം ഉണ്ടായാലും അർച്ചന ആദ്യം പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് എന്നെയാ. എന്തോ പൂർവ്വ വൈരാഗ്യം ഉള്ളതുപോലെയാ അർച്ചന എന്നോട് പെരുമാറുന്നത്. ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഏജൻസി നാളെ വിളിച്ചു, അത് ശരിയാ. പക്ഷേ ആ സ്ത്രീ ഞാൻ വിളിച്ചിട്ട് വന്നതല്ല. ഇത് ഞാൻ എത്ര തവണ പറഞ്ഞു. എന്നിട്ടും ഇതാർക്കും വിശ്വാസമാവുന്നില്ലെങ്കിൽ ഞാൻ പിന്നെ എന്ത് ചെയ്യണം? അർച്ചനെ, അവന്തിക പറയുന്നതിലും കാര്യമുണ്ട്. ആ സ്ത്രീ എവിടെ നിന്ന് വന്നുവെന്ന് അവന്തികയ്ക്കും അറിയില്ല. ആ സ്ത്രീയെ ഇവള് വിളിച്ചിട്ടില്ലെന്ന് പറഞ്ഞില്ലേ? നീ വിഷമിക്കണ്ട. അർച്ചന അവളുടെ സങ്കടം കൊണ്ട് പറഞ്ഞ രണ്ടുപേരും ഇവിടെ നിൽക്കാതെ അങ്ങോട്ട് വാ. എല്ലാവരും ഊണ് കഴിക്കാൻ കാത്തിരിക്കുക. അച്ഛന് നിങ്ങളെ കുറച്ചെങ്കിലും വിശ്വാസമുള്ളതുകൊണ്ട് ഈ വീട്ടിൽ ഇപ്പോഴും നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നത്. ഒരു കാര്യം നിങ്ങൾ ഓർത്തു, കുറച്ചു നാളത്തേക്ക് എല്ലാവരുടെയും കണ്ണുകെട്ടാം, പറഞ്ഞു പറ്റിക്കാം. പക്ഷെ ഒരു ദിവസം എല്ലാവരുടെയും മുമ്പിൽ നിങ്ങളുടെ കള്ളത്തരം, നിങ്ങളോടുള്ള വിശ്വാസം എല്ലാം നഷ്ടപ്പെടും. അന്ന് നെല്ലിശ്ശേരിയിലെ നിങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കും ഞാൻ. പക്ഷേ എനിക്കെന്തോ അങ്ങനെ വിശ്വസിക്കാൻ തോന്നുന്നില്ല. അവർ ഈ വീട്ടിലെ നമ്മുടെ മക്കളെ രക്ഷപ്പെട്ടത് ഭാഗ്യം കൊണ്ടാ. സ്നേഹ ഒരു പാവമാണ്. അവളെ ദ്രോഹിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഇതുവരെ നീ പറഞ്ഞതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യാൻ പറ്റില്ലെന്നാണോ? അതല്ല ഞാൻ പറഞ്ഞത്. പിന്നെന്താ? അവളുടെ കഴുത്തിൽ ഒരു താലി കെട്ടിയെന്ന് കരുതി നെല്ലിശ്ശേരിയിലെ മരുമോന്റെ കസേരയില് നീ സ്വയം കയറി അങ്ങ് ഇരുന്നോ? ചോറൂണ് ചടങ്ങിന് അവര് നിന്നെ വിളിക്കാൻ സമ്മതിച്ചത് അച്ഛന്റെ നിർബന്ധത്തിന് വഴങ്ങിയ. ചാകാൻ പോകുന്ന കിഴവനോടുള്ള ഔദാര്യം. അല്ലാതെ പെങ്ങളുടെ ഭർത്താവായി നിന്നെ സ്വീകരിച്ച് വാഴിക്കാൻ വേണ്ടി വിളിച്ചു കയറ്റിയതല്ല. അത് ഓർമ്മ വേണം നിനക്ക്. ഒന്ന് ഞാൻ പറയാം, എന്റെ തീരുമാനങ്ങൾക്കെതിരെ നിൽക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ അതോടെ നീ തീരും.
എന്റെ പ്രതികാരത്തിന്റെ ആഴവും അതിർവരമ്പും നിർണയിക്കുന്ന ഞാനാ. ഞാൻ പറയുന്ന അനുസരിക്കല് മാത്രമാണ് നിന്റെ ജോലി. ആ കരാറില നീ ഇവിടേക്ക് വന്നത്. ഇപ്പൊ നീ എന്നെ ചതിക്കാൻ ശ്രമിക്കുക. ഞാൻ പറയുന്നത് നീ ഒന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. നീ പറയുന്നതെല്ലാം അതുപോലെ ചെയ്തു തരാൻ ഞാൻ നിന്റെ അടിമയല്ല. നമ്മൾ തമ്മിലൊരു കരാറുണ്ടെന്ന് കരുതി എല്ലാ കാലവും എന്നെ അതിൽ കുരുക്കിടാമെന്ന് കരുതരുത്. അത് നടക്കില്ല. നിന്നോടൊപ്പം ചേർന്ന് ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. ചെയ്തതിനൊന്നും ഞാൻ ന്യായീകരിക്കുന്നില്ല. ഇനി എനിക്ക് വയ്യ. നമുക്കിത് ഇവിടെ നിർത്താം. ചതിക്കാൻ വേണ്ടി തന്നെയാ സ്നേഹയെ കല്യാണം കഴിച്ചത്. പക്ഷെ ഇപ്പം എനിക്കതിന് പറ്റുന്നില്ല. ജീവിതത്തിൽ എന്തോ പുതിയ പ്രതീക്ഷ കിട്ടിയതുപോലെ. നീ കാരണം ഞങ്ങൾ രാത്രി പോലും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഈ ജന്മത്ത് നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല.